ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു LLC അക്കാഡമി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PSC എക്സാമിന് ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോസ്റ്റ് അക്കൗണ്ടിങ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അക്കൗണ്ടൻ്റ് എക്സാം 25 സെപ്റ്റംബറിന് നടക്കുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പം കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ ക്ലാസ്സിലൂടെ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നോഷണൽ കോസ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഓപ്ഷൻസ് A. Variable cost, B. Imputed cost, C. Out of pocket cost, D. Opportunity cost. Correct answer ഓപ്ഷൻ B ആണ്, imputed cost. അപ്പോൾ നോഷണൽ കോസ്റ്റ്, imputed കോസ്റ്റ്, ഇംപ്ലിസിറ്റ് കോസ്റ്റ് ഇതൊക്കെ ഒന്നാണ്. ദെൻ നെക്സ്റ്റ് വൺ, കോസ്റ്റ് ഇൻവോൾവ്സ് ക്യാഷ് ഔട്ട്ലേ ഓർ പേയ്മെൻറ്റ് ടു അതർ പാർട്ടീസ് ഈസ് കോൾഡ്. ഓപ്ഷൻസ് A. ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ്, ഓപ്ഷൻ B. പീരീഡ് കോസ്റ്റ്, ഓപ്ഷൻ സി ബുക്ക് കോസ്റ്റ്, ഓപ്ഷൻ ഡി അർജൻറ്റ് കോസ്റ്റ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ്. അപ്പം കോസ്റ്റ് ഇൻവോൾവ്ഡ് ക്യാഷ് ഔട്ട്ലേ ഓർ പേയ്മെൻറ്റ് ടു അതർ പാർട്ടീസ് ഈസ് കോൾഡ് ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ്. നെക്സ്റ്റ് വൺ, ദ കോസ്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി ഓഫ് എ ഫാക്ടറി ഈസ് ട്രീറ്റഡ് ആസ്. ഓപ്ഷൻസ് എ ഫിക്സഡ് കോസ്റ്റ്, ബി വേരിയബിൾ കോസ്റ്റ്, C step cost, ഓപ്ഷൻ ഡി സെമി വേരിയബിൾ കോസ്റ്റ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, സെമി വേരിയബിൾ കോസ്റ്റ് ആണ് ഇലക്ട്രിസിറ്റി ഓഫ് എ ഫാക്ടറി എന്ന് പറയുന്നത്. അപ്പോൾ ദ കോസ്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി ഓഫ് എ ഫാക്ടറി ഈസ് ട്രീറ്റഡ് ആസ് സെമി വേരിയബിൾ കോസ്റ്റ്. ദെൻ നെക്സ്റ്റ് വൺ, ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ഈസ് സ്യൂട്ടബിൾ ഫോർ. ഓപ്ഷൻസ് എ ജോബ് ഓർഡർ ബിസിനസ്, ഓപ്ഷൻ ബി കോൺട്രാക്ടേഴ്സ്, ഓപ്ഷൻ സി മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസ്, ഓപ്ഷൻ ഡി സർവീസ് ഇൻഡസ്ട്രീസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, സർവീസ് ഇൻഡസ്ട്രീസ്. അപ്പോൾ സർവീസ് ഇൻഡസ്ട്രീസിലാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ഈസ് സ്യൂട്ടബിൾ ഫോർ സർവീസ് ഇൻഡസ്ട്രീസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ അലോട്ട്മെൻറ്റ് ഓഫ് ഹോൾ ഐറ്റം ഓഫ് കോസ്റ്റ് ടു കോസ്റ്റ് സെൻറ്റർ ഓർ കോസ്റ്റ് യൂണിറ്റ് ഈസ് കോൾഡ്. ഓപ്ഷൻസ് എ കോസ്റ്റ് അലോക്കേഷൻ, ഓപ്ഷൻ ബി കോസ്റ്റ് അപ്പോർഷൻമെൻറ്റ്, ഓപ്ഷൻ സി ഓവർഹെഡ് അബ്സോർപ്ഷൻ, ഓപ്ഷൻ ഡി കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, കോസ്റ്റ് അലോക്കേഷൻ. ദ അലോട്ട്മെൻറ്റ് ഓഫ് ഹോൾ ഐറ്റം ഓഫ് കോസ്റ്റ് ടു എ കോസ്റ്റ് സെൻറ്റർ ഓർ കോസ്റ്റ് യൂണിറ്റ് ഈസ് കോൾഡ് കോസ്റ്റ് അലോക്കേഷൻ. ദ നെക്സ്റ്റ് വൺ, ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഡിക്രീസസ് വെൻ. ഓപ്ഷൻസ് എ when the volume of output or activity is increased, option B volume of output or activity is decreased, option C variable cost increase, option D variable cost decreases. Correct answer option A ആണ്, the volume of output or activity increased. അപ്പോൾ fixed cost per unit decreases when the volume of output or activity is increased. The next one, the process of assigning direct and indirect manufacturing costs to various cost centers is known as. Options A overhead absorption, option B cost allocation, option C budgeting, option D implicit costing. Correct answer option B ആണ്, cost allocation. The process of assigning direct and indirect manufacturing costs to various cost centers is known as cost allocation. The next question, dash is that segment of activity of a business which is responsible for both revenue and expenses. Options, option A conversion center, option B cost center, option C profit center, option D production center. Correct answer option C ആണ്, profit center. അപ്പോൾ profit center is the segment of activity of a business which is responsible for both revenue and expenses. The next question, the fixed cost per unit increases when. Options A production volume decreases, option B production volume increases, option C production volume remains constant, option D variable cost per unit decreases. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എപ്പോഴാണ് ഇൻക്രീസ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ നേരത്തെ ക്വസ്റ്റ്യനിൽ എപ്പോഴാണ് ഡിക്രീസ് ചെയ്യുന്നതെന്നായിരുന്നു. അപ്പോൾ ഡിക്രീസ് ചെയ്യുന്നത് എപ്പോഴാണ്, വോളിയൂം ഓഫ് ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻക്രീസ് ചെയ്യുന്നത് എപ്പോഴായിരിക്കും, വെൻ ദ വോളിയൂം ഓഫ് പ്രൊഡക്ഷൻ ഡിക്രീസസ്. വോളിയൂം ഓഫ് പ്രൊഡക്ഷൻ ഡിക്രീസ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻക്രീസ് ചെയ്യുന്നത്.
അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, പ്രൊഡക്ഷൻ വോളിയം ഡിക്രീസസ്. അപ്പം ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻക്രീസസ് വെൻ പ്രൊഡക്ഷൻ വോളിയം ഡിക്രീസസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്മോളസ്റ്റ് സബ് യൂണിറ്റ് ഓഫ് എൻ ഓർഗനൈസേഷൻ വെർ കോസ്റ്റ് അലോക്കേഷൻ ഈസ് അറ്റംപ്റ്റഡ് ഈസ് ഓപ്ഷൻസ് എ കോസ്റ്റ് സെൻറ്റർ, ഓപ്ഷൻ ബി കോസ്റ്റ് എലമെൻറ്റ്, ഓപ്ഷൻ സി യൂണിറ്റ് കോസ്റ്റ്, ഓപ്ഷൻ ഡി കോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. കറക്റ്റ് ആൻസർ കോസ്റ്റ് സെൻറ്റർ ആണ്. ദ സ്മോളസ്റ്റ് സബ് യൂണിറ്റ് ഓഫ് എ ഓർഗനൈസേഷൻ വെർ കോസ്റ്റ് കളക്ഷൻ ഈസ് അറ്റംപ്റ്റഡ് ഈസ് കോസ്റ്റ് സെൻറ്റർ. Next question, name the method of costing used to determine the cost of non-standard jobs carried out according to customer specification. Options A batch costing, B target costing, option C job costing, option D contract costing. The correct answer option C ആണ് job costing. Job costing is the method of costing used to determine the cost of non-standard jobs carried out according to customer's specification. Next one, it is said that batch costing is an extension of dash costing. Options A contract costing, option B job costing, option C process costing, option D operation costing. Correct answer option B ആണ് job costing. Batch costing is an extension of job costing. Next question, the portion of the value of work that the architect of the contractee agrees as to have been done is options A work retained, option B work completed, option C work uncertified, option D work certified. Correct answer option D ആണ് work certified. The portion of the value of work that the architect of the contractee agrees as to have been done. ഡൺ ചെയ്തിട്ടുണ്ടെന്നുള്ള രീതിയിൽ കോൺട്രാക്റ്റിയുടെ ആർക്കിടെക്റ്റ് അഗ്രി ചെയ്തിട്ടുള്ള വർക്കിൻ്റെ ആ ഒരു പോർഷനെ വിളിക്കുന്നതാണ് വർക്ക് സർട്ടിഫൈഡ്. ദെൻ നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ വിത്ത് റിഗാർഡ്സ് ടു എസ്കലേഷൻ ക്ലോസ്. എസ്കലേഷൻ ക്ലോസുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏതാണ് ട്രൂ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് എ it is associated with contract costing, option B applicable when there is a changes in the price of labor and or material, option C not applicable when there is change in the utilization of production factors, option D both A and B above. അപ്പോൾ എസ്കലേഷൻ ക്ലോസുമായി ബന്ധപ്പെട്ട് ട്രൂ ആയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ എ ഓപ്ഷൻ എന്താണ്, ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് കോൺട്രാക്ട് കോസ്റ്റിംഗ്, അത് കറക്റ്റ് ആണ്. Then option B applicable when there is change in the price of labor and material. അപ്പോൾ ലേബർ അല്ലെങ്കിൽ മെറ്റീരിയലിൽ ചേഞ്ചസ് ഉണ്ടാകുന്ന സമയത്ത് അപ്ലിക്കബിൾ ആയിട്ടുള്ള ക്ലോസ് ആണ് എന്ത്, എസ്കലേഷൻ ക്ലോസ് എന്ന് പറയുന്നത്, അതും കറക്റ്റ് ആണ്. ഇനി ഓപ്ഷൻ സി ആണെങ്കിൽ നോട്ട് ആപ്ലിക്കബിൾ എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. സെയിം കാര്യം, പ്രൊഡക്ഷൻ ഫാക്ടേഴ്സിൻ്റെ യൂട്ടിലൈസേഷനിൽ ചേഞ്ച് ഉണ്ടാകുന്ന സമയത്ത് ആപ്ലിക്കബിൾ അല്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ബോത്ത് എ ആൻഡ് ബി എബവ്. അപ്പോൾ എയും ബിയും കറക്റ്റ് ആണ്. നെക്സ്റ്റ് വൺ, പ്രൊഡക്ഷൻ ഈസ് എഗെയിൻസ്റ്റ് സ്പെസിഫിക് ഓർഡർ ഇൻ ഓപ്ഷൻസ് എ യൂണിറ്റ് കോസ്റ്റിംഗ്, ഓപ്ഷൻ ബി പ്രോസസ് കോസ്റ്റിംഗ്, ഓപ്ഷൻ സി പ്രൊഡക്റ്റ് കോസ്റ്റിംഗ്, ഓപ്ഷൻ ഡി ജോബ് കോസ്റ്റിംഗ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ജോബ് കോസ്റ്റിംഗ്. അപ്പോൾ പ്രൊഡക്ഷൻ ഈസ് എഗെയിൻസ്റ്റ് സ്പെസിഫിക് ഓർഡർ ഇൻ ജോബ് കോസ്റ്റിംഗ്. ദ നെക്സ്റ്റ് വൺ, ദ ലോസ് ഇൻകേർഡ് ഓൺ എൻ ഇൻകംപ്ലീറ്റ് contract is transferred to dash account. Options A contract, option B profit and loss, option C work in progress, option D inventory. Correct answer option B ആണ്, profit and loss. അപ്പം കോൺട്രാക്റ്റ് കോസ്റ്റിങ്ങിൽ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള കോൺട്രാക്റ്റിന് മുകളിലുള്ള ലോസ് ആണെങ്കിൽ പോലും അത് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇൻകംപ്ലീറ്റ് കോൺട്രാക്ട്സ് ആണെങ്കിലും അതിൽ ലോസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ട്രാൻസ്ഫർ ചെയ്യേണ്ട അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2 or more products with the same importance produced during a production process is known as options A double product, option B joint product, option C 2 product process, option D byproduct. Correct answer option B ആണ്, joint product. 2 or more products with the same importance produced during a production process is known as joint products.
The next one, the statement which is designed to show the output of a particular accounting period along with the breakup of cost. A, spreadsheet. B, output about. Option C, scrap sheet. Option D, cost sheet. Correct answer, option D, cost sheet. A cost sheet is a statement which is designed to show the output of a particular accounting period along with the breakup of cost. The next question, supervisor's salary is an example of a dash. Options A, variable cost. Option B, fixed cost. Option C, step cost. Option D, semi-variable cost. Correct answer, option C ആണ് step cost. ഇപ്പോൾ സൂപ്പർവൈസറുടെ സാലറി എന്ന് പറയുന്നത് സ്റ്റെപ്പ് ഫിക്സഡ് കോസ്റ്റിന് എക്സാമ്പിൾ ആണ്. മീൻസ് ഒരു സെർട്ടൻ ലെവൽ വരെ അതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ദ നെക്സ്റ്റ് വൺ, റെൻറ്റ് ഓഫ് ഓൺഡ് ബിൽഡിംഗ് ഈസ്. ഓപ്ഷൻസ് എ, സങ്ക് കോസ്റ്റ്. ഓപ്ഷൻ ബി, ഷട്ട് ഡൗൺ കോസ്റ്റ്. ഓപ്ഷൻ സി, ഇംപ്യൂട്ടഡ് കോസ്റ്റ്. ഓപ്ഷൻ ഡി, ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ഇംപ്യൂട്ടഡ് കോസ്റ്റ്. അപ്പോൾ ഓൺഡ് ബിൽഡിങ്ങിന് വരുന്ന റെൻറ്റ് ഇതെന്താണ്, ഇംപ്യൂട്ടഡ് കോസ്റ്റ് അല്ലെങ്കിൽ നോഷണൽ കോസ്റ്റ് ആണ്. ദ നെക്സ്റ്റ് വൺ, വിച്ച് മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ഈസ് സെറ്റ് ഇൻ എ റിഫൈനറി. ഓപ്ഷൻസ് എ, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. ഓപ്ഷൻ ബി, ബജറ്ററി കോസ്റ്റിംഗ്. ഓപ്ഷൻ സി, പ്രോസസ് കോസ്റ്റിംഗ്. ഓപ്ഷൻ ഡി, ബാച്ച് കോസ്റ്റിംഗ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, പ്രോസസ് കോസ്റ്റിംഗ്. അപ്പോൾ പ്രോസസ് കോസ്റ്റിംഗ് ഇസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് സെറ്റ് ഇൻ എ refinery. The next one, which method of costing is used in undertaking like electricity, gas supply and hospitals. Options A, process costing. B, operating costing. Option C, job costing. Option D, batch costing. The correct answer option B ആണ്, operating costing. Operating costing is a method of costing used in undertaking like ഇലക്ട്രിസിറ്റി, ഗ്യാസ് സപ്ലൈ, ഹോസ്പിറ്റൽസ്. ഇപ്പോൾ സർവീസ് ഇൻഡസ്ട്രീസ് ആണ്. അപ്പോൾ സർവീസ് ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യുന്ന കോസ്റ്റിംഗ് മെത്തേഡാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൊവിഷൻസ് ഫോർ ഇൻക്രീസ് ഇൻ ദി കോൺട്രാക്ട് പ്രൈസ് ടു അക്കോമഡേറ്റ് ഇൻക്രീസ് ഇൻ മെറ്റീരിയൽസ് ആൻഡ് ലേബർ കോസ്റ്റ്. ഓപ്ഷൻസ് എ, ഫിക്സഡ് പ്രൈസ്. ഓപ്ഷൻ ബി, ഫ്ലക്ച്വേറ്റിംഗ് പ്രൈസ്. ഓപ്ഷൻ സി, എസ്കലേഷൻ ക്ലോസ്. ഓപ്ഷൻ ഡി, De-escalation ക്ലോസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, എസ്കലേഷൻ ക്ലോസ് ആണ്. അപ്പോൾ എസ്കലേഷൻ ക്ലോസ് ആണ് പ്രൊവിഷൻ ഫോർ ഇൻക്രീസ് ഇൻ ദ കോൺട്രാക്ട് പ്രൈസ്. കോൺട്രാക്ട് കോസ്റ്റിങ്ങിൽ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ലേബർ കോസ്റ്റിന് പ്രൈസിൽ ഇൻക്രീസ് ഉണ്ടാവുന്ന സമയത്ത് അതിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതി ചേർക്കുന്ന പ്രൊവിഷനാണ്, കോൺട്രാക്ട് കോസ്റ്റിങ്ങിലെ പ്രൊവിഷനാണ് എസ്കലേഷൻ ക്ലോസ് എന്ന് പറയുന്നത്. ദെൻ ഈ ക്ലാസ്സിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് കോസ്റ്റിംഗ് മെത്തേഡ് ഈസ് അപ്രോപ്രിയേറ്റ് ഫോർ സിമെൻറ്റ് ഇൻഡസ്ട്രി. സിമെൻറ്റ് ഇൻഡസ്ട്രിക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കോസ്റ്റിംഗ് മെത്തേഡ് ഏതാണ്? ഓപ്ഷൻസ് എ, സിംഗിൾ ഓർ ഔട്ട്പുട്ട് കോസ്റ്റിംഗ്. ഓപ്ഷൻ ബി, ഓപ്പറേഷൻ കോസ്റ്റിംഗ്. ഓപ്ഷൻ സി, ജോബ് കോസ്റ്റിംഗ്. ഓപ്ഷൻ ഡി, ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, സിംഗിൾ ഓർ ഔട്ട്പുട്ട് കോസ്റ്റിംഗ് അല്ലെങ്കിൽ എന്താണ്, യൂണിറ്റ് കോസ്റ്റിംഗ്. അപ്പോൾ യൂണിറ്റ് കോസ്റ്റിംഗ് മെത്തേഡാണ് സിമെൻറ്റ് ഇൻഡസ്ട്രിക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത്. അപ്പം ഔട്ട്പുട്ട് കോസ്റ്റിംഗ് മെത്തേഡ് ഈസ് അപ്രോപ്രിയേറ്റ് ഫോർ സിമെൻറ്റ് ഇൻഡസ്ട്രി. ഇനി അവർക്ക് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി ആണെങ്കിൽ അവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള കോസ്റ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. എല്ലാ ക്വസ്റ്റ്യനും PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാം കറക്റ്റായിട്ട് നോക്കി പോവുക. വീഡിയോ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. കൂടുതൽ ക്ലാസ്സുകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. സെപ്റ്റംബർ 25-ന് അക്കൗണ്ടൻറ്റ്, ജൂനിയർ അക്കൗണ്ടൻറ്റ് എക്സാം എഴുതാൻ വേണ്ടി പോകുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. മോക്ക് ടെസ്റ്റ് ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ LLC അക്കാഡമി ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. മോക്ക് ടെസ്റ്റും ടോപ്പിക് ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ കോഴ്സ് ഉണ്ട്. കോഴ്സിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ കോഴ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ മോക്ക് ടെസ്റ്റുകളും ടോപ്പിക് വൈസ് ടെസ്റ്റുകളും ഉണ്ടാവും, നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വൈകാതെ തന്നെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്